ഞാൻ വിപിൻ പുത്തൂരത്തെ മാന്യപ്രേക്ഷകർക്ക് പൾസ് മീഡിയ ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തത്സമയം മലപ്പുറം ജില്ലയിലെ ആദവനാട് കാട്ടിലങ്ങാടിയിലാണ്. കാട്ടിലങ്ങാടിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വിദ്യാർത്ഥിനിക്ക് വെട്ടേറ്റിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിനിക്ക് വെട്ടേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വരുമ്പോൾ ആ സംഭവ സ്ഥലത്തിനായിരുന്ന ദൃക്സാക്ഷികളാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. കാട്ടിലങ്ങാടി യത്തീംഖാന സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, +2 വിദ്യാർത്ഥിനിയാണെന്നാണ് പറയുന്നത്. ആരോ ആ കുട്ടിയെ കത്തി കൊണ്ട് മാരകമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ കഴുത്തിനും കയ്യിനുമൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. ആ കുട്ടിയെ അവിടെ സംഭവ സ്ഥലത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ ഈ കുട്ടി മിംസ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൽപ്പഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി കൃത്യമായ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്നതിന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 2 സ്ത്രീകൾ, ഈ പ്രദേശവാസികളായിട്ടുള്ള 2 സ്ത്രീകൾ നമ്മളോടൊപ്പമുണ്ട്. ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങളും വെട്ടേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഓടി വരുന്ന ആ ദൃശ്യങ്ങളുമൊക്കെ നേരിട്ട് കണ്ട ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ പൾസ് മീഡിയയ്ക്ക് കൂടെ ഉള്ളത്. അവർ കണ്ട കാര്യങ്ങൾ അവർ പ്രേക്ഷകരോട് പ്രതികരിക്കുകയാണ്, വിവരിക്കുകയാണ്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വരെ സ്ത്രീകളുടെ സുരക്ഷയിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. പെൺകുട്ടികൾക്ക് സ്വസ്ഥമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സ്ത്രീകൾ ശരിക്കും പുറത്തിറങ്ങി നടക്കാൻ നട്ടുച്ചയ്ക്ക് പോലും പട്ടാപ്പകൽ പോലും ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടെന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ നമുക്ക് ഈ സംഭവത്തിന് സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഈ കുട്ടി വെട്ടേറ്റുകൊണ്ട് ഓടി വരുന്നു, ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ കണ്ട അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ വ്യക്തമായി കണ്ടിട്ടുള്ള ആളുകൾ, നമുക്ക് അവരിലേക്ക് പോകാം. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്, കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ഹലോ, നമസ്കാരം. നമസ്കാരം. കുട്ടീനായിട്ട് ഹോസ്പിറ്റലിൽ പോണതിലാണ് ഞങ്ങൾ കണ്ടത്. വണ്ടി കയറ്റി പോണതും ഒക്കെ ഞങ്ങള് പട്ടണക്കാവില് പോവുമായിരുന്നു. പട്ടണക്കാവില് ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവിടെ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്, അത് മേടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ ചെല്ലാൻ വേണ്ടിട്ട് പോയതാണ്. അങ്ങോട്ട് പോണ പോക്കില് പള്ളിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ സംഭവം കണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് നേരെ പോണ റൂട്ടിലാണ് കണ്ടത്. കാട്ടിലങ്ങാടിക്കുള്ള ബൈപ്പാസ് സമയത്താണ് നിങ്ങൾ കണ്ടത്. കുട്ടി കൊഴിഞ്ഞ് വീഴാൻ പോയത്. വണ്ടി കയറ്റിട്ടും സമയത്ത് കുട്ടിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കുട്ടിയുടെ കൂടെ ആരുമില്ല. പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു. പിന്നെ പഠിക്കുന്ന കുട്ടിയാണ്, സ്കൂൾ പഠിക്കുന്ന +2 പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി നടന്നു വരികയായിരുന്നു. നടന്നു വരും. അതായത് കാട്ടിലങ്ങാടി ഭാഗത്ത് നിന്ന് യത്തീംഖാന ജംഗ്ഷനിൽ കുട്ടി അവിടുന്ന് കണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കുട്ടി ഒരു വണ്ടിക്കാരനെ തടുത്ത് വെച്ചാണ്. ഏത് ഭാഗത്തുനിന്നാണ് കുട്ടി വന്നിരുന്നത്? അവിടുന്ന് തന്നെ എങ്ങാണ്ട് ഇതാക്കിയിട്ടാണ് കാട്ടിലങ്ങാടി ടൗണിൽ അങ്ങോട്ട് പോണ യത്തീംഖാന ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിലൂടെ കുട്ടി ഇങ്ങോട്ട് വരികയായിരുന്നു. ആ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കൈ പൊത്തിയിട്ട് ഇന്നെ വെട്ടിന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിനെ തടുത്ത് വെച്ചാണ് ചെക്കന്മാരെ. അപ്പൊ 3 കുട്ടികളുണ്ട്. ആ സമയത്ത് ഒരു ബൈക്കില് 3 കുട്ടികൾ വിദ്യാർത്ഥികളാണ്. അല്ല, ആൺകുട്ടികള് ഉണ്ട്. അവരെ അവരെ ഈ പെൺകുട്ടി കൈ കാണിച്ച് തടുത്ത് വെച്ച്. എന്നിട്ട് എന്താണ് കുട്ടി പറഞ്ഞത്? എന്നെ വെട്ടീന്ന് പറഞ്ഞിട്ട് ഇന്നെ കാറിന് വെട്ടീന്ന് പറഞ്ഞിട്ടാണ് വിളി കേട്ടത്. കാറിൽ നിന്ന് വെട്ടീന്ന് പറഞ്ഞ് കുട്ടി കൊഞ്ഞും ചെയ്തു. അപ്പൊ തന്നെ വീണും ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ചെക്കന്മാര് വേഗം വണ്ടി വിളിച്ചെത്തി. അപ്പോഴാണ് എല്ലാരും അവിടെ കൂടിയിരിക്കണത്. ആള് കൂടിയിരിക്കണത്. കുട്ടിയെ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു? പെൺകുട്ടി ഞാൻ അതിന്റെ അടുത്ത് എത്തിയിരിക്കണു. ഈ കുട്ടി പറയുന്നത് നിങ്ങൾ കേട്ടു? കുട്ടി ഈളിട്ടിട്ട് ഇന്നെ വെട്ടീന്ന് പറഞ്ഞിട്ടാണ്. കാറിൽ നിന്ന് വെട്ടീന്ന് പറഞ്ഞു. കാറിന്ന് വെട്ടീന്ന് പറഞ്ഞു. അതായത് കുട്ടി അപ്പൊ ഒരു കാറിൽ വന്ന ആളുകളാണ് ഈ കുട്ടിയെ വെട്ടീന്ന് പറഞ്ഞിട്ടാണ് കുട്ടി അവരോട് പറഞ്ഞത്. അത് ഞാൻ കേട്ട്. അപ്പോഴാണ് എന്താ പറയാ, ഓൻ പോയി CC ക്യാമറ തപ്പാൻ വേണ്ടി പോയത്. വണ്ടി ഏതെങ്കിലും പാസ് ചെയ്തിക്കണം നോക്കാൻ വേണ്ടി. പക്ഷെ CC ക്യാമറയിലൊന്നും വ്യക്തമായ ദൃശ്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളാ പ്രദേശത്തുള്ള എന്താ വെച്ചാൽ അവിടെ എന്തായാലും ആ മൂലൊക്കെ വെച്ചിട്ട് സംഭവിക്കുമ്പോ കിട്ടൂല. കാരണം കുറെ താഴത്തേക്കാണ്. അപ്പൊ ആൾക്കാരും പോണ്ട്. പിന്നെയാണ് ആൾക്കാർ പോണത്. കാട്ടിലങ്ങാടിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് കേറിയിട്ട് അവിടെ ഈ പള്ളി കഴിഞ്ഞേക്കാണ് സംഭവിക്കണം. അപ്പൊ അവിടെ എവിടെയും CC ക്യാമറ, ആ മുന്നത്തെ പെരയിലും ആ മുന്നത്തെ പെരന്റെ അവിടെ ഇട്ടിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതായത് ബൈപ്പാസ് റോഡിൽ വെച്ചാണ്. നമ്മുടെ കാട്ടിലങ്ങാടിയിലേക്കുള്ള ബൈപ്പാസ് റോഡിലാണ്. എത്തിയിട്ടില്ല, അതിന്റെ അടുത്തില്ല, ഒക്കെ തന്നെയാണ്. ഇപ്പൊ ഇതേ ലെവലില്ല സംഭവത്തിലാണ് സംഭവിക്കുന്നത്. അവിടെ ഒരു പെരുണ്ട്, പക്ഷെ ആ വീട്ടില് CC ക്യാമറ റോട്ടുമൊക്കെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അവിടുന്ന് ഉണ്ടായി. ഈ കുട്ടി ഒരു വലിയ പെൺകുട്ടിയാണ്. വലിയ പെൺകുട്ടി, മോളൊക്കെ അത്ര ഉണ്ട്. അപ്പൊ കുട്ടി കൈ കൗത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ നോക്കണുണ്ട്, കൗത്ത് ഇങ്ങനെ നോക്കണുണ്ട്. കുട്ടികൾ പുടിച്ചും വെട്ടുകൊണ്ടു എന്ന് പറയുന്ന ഈ കുട്ടി അവിടുന്ന് കാട്ടിലങ്ങാടി ഭാഗത്തുനിന്ന് യത്തീംഖാന
ജംഗ്ഷനിലേക്ക് നടന്നു വരികയാണ്. അല്ല അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കുട്ടി വണ്ടി തടക്കണ ഞങ്ങളെ ഈ ബൈക്കുകാരെ തടുത്ത് നിർത്തി. ആ സമയത്ത് നിങ്ങൾ നടന്നിട്ട് അങ്ങോട്ട് നടന്നു പോവാണ് രണ്ടാളും. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കണ്ടത്. ദൃശ്യങ്ങൾ കാണുന്നത് അപ്പൊ ഈ ബൈക്കിൽ പോകുന്ന അവിടെ നിന്നുകൊണ്ട് കണ്ടു. ഈ ബൈക്കിൽ ആ സമയത്ത് പോയിരുന്ന 3 ചെറുപ്പക്കാരെ പെൺകുട്ടി കൈ കാണിച്ച് തടുത്ത് നിർത്തി. അപ്പോൾ ഒരു കൈ കുട്ടിയുടെ കഴുത്തിലാണ്. ഞാൻ വിചാരിച്ച കടുന്നൽ എന്തെങ്കിലും കുത്തിയതാ കൗത്തിന് കണ്ട. അപ്പോൾ അതല്ല, കുട്ടീനെ വെട്ടിയതാണ്, കാറിലാണ് എന്ന് പറയണത് ഞാൻ കേട്ടു. കാറിൽ നിന്ന് വെട്ടിന്നാണ് പറഞ്ഞത്. ആ കുട്ടി അങ്ങനെയാണ് പറഞ്ഞല്ലോ. കുട്ടി അപ്പത്തിന് ബോധം പോവും ചെയ്ത്, കുട്ടി ആകെ കുഴഞ്ഞു വീണ്. അങ്ങനെ ശരീരത്തിൽ നിന്ന് ചോര വന്നിട്ടുണ്ടായിരുന്നോ? അത് ഞങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഫുള്ള് മഫ്തിട്ടിട്ടാണ് കുട്ടി. കുട്ടി മഫ്തിട്ടിട്ടാണ് ഇല്ലത്. അപ്പൊ കുട്ടീന്റെ എന്ത് മുണ്ടൊക്കെ ഇങ്ങനെ ഐറ്റിങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, പിച്ച് പൊളിച്ച് നോക്കുന്നുണ്ട്. ആൺകുട്ടികൾ നോക്കുന്നുണ്ട്. അവർ ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി രക്ഷിക്കാൻ നിർത്തിയാണ്. അതായത് ഈ കുട്ടി വെട്ടുകൊണ്ടിട്ട് വരുമ്പോ ആദ്യം കണ്ട വണ്ടിക്ക് കൈ കാണിച്ചു. ആദ്യം ഈ ബൈക്കിന് കൈ കാണിച്ചാണ്. ആ സ്പോട്ടിലാണ് 3 ആൺകുട്ടികളുണ്ട്. അവര് പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് ഈ കുട്ടിയുടെ എവിടെയാണ് വെട്ടുകൊണ്ട കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ ഈ കുട്ടീന്റെ കൈ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കണത്. അതിന്റെ ഇടയിലാണ് പിന്നെ കുട്ടി ആകെ തളർന്ന് വീണു. അപ്പൊ ബ്ലഡ് പോയിട്ടുണ്ടാവുമായിരിക്കാം അല്ലെ, ചോര രക്തം പോയിട്ടുണ്ടാവും, വെട്ടുകൊണ്ടുണ്ടാവും. അതായത് പെട്ടെന്ന് ഇങ്ങനെ പൂണ്ടു പോയതിൽ ബ്ലഡ് വരുമ്പോഴത്തേനും ആ കുട്ടീനെ ഇതാണ് വണ്ടിക്കാരൊക്കെ അറിയുള്ളൂ. എന്തായാലും ഇത് വെറുതെ പറയുന്നതല്ല, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഈ വിഷയത്തില് പല ഞങ്ങളപ്പോ സാക്ഷിയാണ്, നടന്നുകൊണ്ടാണ് സംഭവം ഞങ്ങൾ അറിഞ്ഞ അല്ല. ഇതിപ്പോ ഈ ഒരു വിഷയത്തില് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 2 സ്ത്രീകള് ഇങ്ങനെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ വരാനുള്ള കാരണം അതാണ്. കാരണം നമുക്ക് ഇതിന് ആധികാരികത വേണമല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് വെട്ട് കൊണ്ടിട്ടുണ്ട്. ആ കുട്ടിക്ക് പിന്നെ ആ കുട്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വാഹനങ്ങൾ കൈ കാണിച്ച് നിർത്തിയിരുന്നു. ആ സമയത്ത് ആ ഓട്ടോ വിളിച്ചുകൊണ്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യം. അവിടെ നിർത്തിയേക്ക് കൊണ്ടോടാന്ന് വേഗം ആ ചങ്ങായിനെ ചീത്ത അറിഞ്ഞിട്ട് വേഗം കൊണ്ടോടെ എത്തിക്കട ആസ്പത്രിക്ക് എത്തിക്കുന്നു പറഞ്ഞും ചെയ്തു. അതാരാ പറഞ്ഞത്? അവിടുന്ന് വണ്ടിക്കാരന്നെ. സ്പീഡ് ചെയ്യാത്ത ഒരു വണ്ടിക്കാരനാണത്. അപ്പൊ പെട്ടെന്ന് അവിടെ തന്നെ എന്തോ ഒരു കാര്യത്തിന് അവിടെ തന്നെ ചവിട്ടി നിന്ന്. അപ്പത്തിന് നിങ്ങൾ വേഗം കൊണ്ടോടി നിർത്തല്ലി, വണ്ടി നിർത്തല്ലി, വേഗം അതിനെ എത്തിക്കണ്ടോടത്ത് എത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എത്തിങ്ങാണ്ട് അവിടുന്ന് വണ്ടിക്കാർ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആംബുലൻസ് വിളിച്ചൂടെ, നന്നാ പെട്ടെന്ന് എത്തിന്നില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങള് ഈ കുട്ടി ബോധം കെട്ട് വീഴുന്നത് നിങ്ങൾ കണ്ടു? ഇങ്ങനെ ഇതേമാതിരി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാറിൽ നിന്ന് എന്നെ വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ബോധം കെട്ട് വീഴായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ആ വണ്ടി ഓട്ടോറിക്ഷ അപ്പത്തിന് ഇവര് ഓട്ടോറിക്ഷ വിളിച്ചേക്ക് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വന്നേക്ക് വേഗം അയക്കാണ്ട് എടുത്തിട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്തു. മറ്റേ ഇവരെ കൊണ്ട് വിളിച്ചു. അപ്പോഴാണ് ഈ അവിടെ ഉള്ള ആൾക്കാർ തന്നെ അറിയണത് സംഭവം. മറ്റേ ഓലൊക്കെ വണ്ടിയിലാണ് ഇത് ഇരിക്കണ, ഓലാരും അറിയില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇടയിൽ കൂടെ പെട്ടെന്ന് ഉച്ചക്ക് എങ്ങനെയായാലും ഒരാൾ പോവണമെങ്കിൽ ആളില്ലാത്ത ഏരിയ അല്ലേ, അപ്പൊ എന്തെങ്കിലും കാട്ടിയാല് ഒരു ക്യാമറ ഒന്നും അവിടെ ഇല്ലാത്ത സംഭവം. ഇതിപ്പോ ഈ വെട്ടി എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഇപ്പൊ പർദ്ദ ധരിച്ചു വന്ന ആളാന്ന് പറയുന്നുണ്ട്, പിന്നെ വേറെ ഏതോ വൈരങ്കോടുള്ള പിന്നെ ഒരു പയ്യനാണെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും വ്യക്തതയില്ല, ആധികാരികമായിട്ടല്ല. നമ്മള് ആളെ കണ്ടിട്ടില്ല. നമ്മൾ ആ കുട്ടീനെ അങ്ങനെ പറഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ പറഞ്ഞു നൊലോലിച്ച് കേട്ടിട്ടുള്ളൂ. എന്നെ വെട്ടി എന്ന് പറഞ്ഞത് കുട്ടി വരുന്നത് കുട്ടികളെ തടുത്തേക്കണതും നൊലോളിക്കണതും കേട്ട് കുട്ടി പിന്നെ മുണ്ടാതായതും മുതലൊക്കെ കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടു, സാക്ഷികളാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ പട്ടാപ്പകല് നട്ടുച്ചയ്ക്ക് 1 മണിക്കും 1:30ക്കും ഒക്കെ പെൺകുട്ടികൾക്ക് വഴിയിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പെൺകുട്ടികളുള്ള അമ്മമാരാണ് അല്ലെ? ഇതിനെ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അല്ല, നമ്മക്കിപ്പോ പുറത്തിറങ്ങാൻ പേടിയായി. കാരണം എന്താ വെച്ചാൽ നമ്മള് കുട്ടികൾക്ക് സ്കൂൾക്ക് പോകണ നേരത്ത്, കാരണം ഒറ്റക്ക് വരുന്നാണെങ്കിൽ ഇവര് ഏത് വൈക്കൂടെ എന്താന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. എങ്ങനെയാ വെട്ടണ, ഇപ്പൊ പർദ്ദ അതിട്ടിട്ടൊക്കെ കുട്ടികളെ എന്തെങ്കിലും എനിക്ക് പേടിയാണ്. എന്റെ 3 മക്കൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞും ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ വിളിച്ചാൽ പുറത്തേക്ക് ഇറങ്ങണ്ട. അതാ ഇവർക്ക് പീടിയൊക്കെ പോക്കുണ്ട് ഒറ്റക്ക്. ഉച്ചക്ക് ഈ ഉച്ചക്കൊന്നും ഒരാളും ഉണ്ടാവില്ല. നട്ടുച്ചക്ക് പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ റോട്ടും അങ്ങനെ ഉണ്ടാവൂല. ഈ വണ്ടി പാസ് ചെയ്യുന്ന നേരത്ത് നമ്മൾ പോലും അറിയില്ല ഇത് ആരാ എന്താ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ വന്നേക്ക് പറഞ്ഞു റോട്ടുമ്പോ അങ്ങനെ വല്ലാതെ ഇറങ്ങി നടക്കണ്ട. ഉച്ച ടൈമിന് ഒരാളും ഉണ്ടാവില്ല. അപ്പൊ നമ്മക്ക് തന്നെ ഒരു വൈക്ക് പോണെങ്കിൽ നമ്മൾ നല്ല ഇതിൽ ഇപ്പൊ പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അത്ര ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് കണ്ടോ നമ്മളെ മുന്നിൽ കണ്ടോ. ഇതുവരെ ഞാൻ കിടക്കേണ്ടി, കാരണം എനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര ഒരു ഇതുണ്ടായിരിക്കണം. എന്താ വെച്ചാൽ ആ കുട്ടി വീണോ, കുട്ടീന്റെ നൊലോളിയും കേട്ടപ്പോ പിന്നാണ്ട് ഞമ്മക്ക് തന്നെ ഒരു ഷോക്കായി. കാരണം എനിക്ക് അവിടെ എത്തി പോയി മേടിച്ച് വരുവോളം ഇക്കൊരു ഇത് കിട്ടിയിട്ടില്ല. കൈ വരക്ക തല ചിറ്റി അങ്ങനെയൊക്കെ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് കേൾക്കാറ്
പറഞ്ഞിട്ടുണ്ട്. എല്ലാരോടും പറയുകയും ചെയ്ത് അതെ നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അവിടെ ആ പ്രദേശത്തൊക്കെ അന്വേഷിച്ചപ്പോഴും ഒരു വ്യക്തമായിട്ട് കൃത്യമായിട്ട് വിവരങ്ങൾ തരാൻ ആർക്കും സാധിക്കുന്നില്ല. CCTV-യിലും കൃത്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ നിങ്ങൾ രണ്ടാളുകൾ അതുവഴി ആ സമയത്ത് നടന്നു പോയിരുന്നു എന്നൊരു വിവരം കിട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ തുറന്നു പറയുന്നത് ഇത് ഒരുപാട് അമ്മമാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഇനിയും എല്ലാ പെൺകുട്ടികളുള്ള ആളുകളുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഇട്ട് 2 കുട്ടികളും അപ്പൊ വന്നു. ഞാൻ പറഞ്ഞു മക്കളെ നോക്കി പോയിക്കോളി, എപ്പോഴാ എന്താന്നൊന്നും പറയാൻ പറ്റും, ഒറ്റക്ക് പോകണ്ടങ്ങള്. എന്താ വെച്ചാൽ ഇവിടെ അയൽവാസിയത്തെ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടീന്റെ ഒപ്പം ഒരു കുട്ടി ഉണ്ട്, അത് എവിടെ എത്താന്നൊന്നും അറിയില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ നട്ടുച്ചല്ലേ. അപ്പൊ കടയിൽ ആൾക്കാരൊന്നും ആ ടൈമിനൊന്നും പെട്ടെന്നൊന്നും ആൾക്കാർ പോയി നോമ്പായ കാരണം പുറത്തിറങ്ങൂല. വെയിലിന്റെ ഇതുകൊണ്ടൊക്കെ ചിലവർ ഉള്ളിൽ തന്നെ ഇരിക്കും. അപ്പൊ ഞാൻ ഈ കുട്ടികളോട് അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടാണ് വേജാറായിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിക്കുന്നത്. പക്ഷെ അമ്മക്കും നമ്മളെ മക്കളുണ്ട്. കാരണം നമുക്കും ആ കുട്ടി നമ്മളെ മക്കളെ തന്നെയല്ല കാണാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇത് +2 പഠിക്കുന്ന കുട്ടി തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. പരീക്ഷയ്ക്ക് വന്ന കുട്ടിയാണ്. അതായത് 1.5 മണിക്കുള്ള പരീക്ഷയ്ക്ക് കയറാൻ വേണ്ടി വരുന്ന കുട്ടിയാണ്. വിജനമായ സ്ഥലത്തെത്തിയപ്പോ കാട്ടിലങ്ങാടിക്കും എത്തിങ്ങാന ജംഗ്ഷനും ഇടയിലുള്ള ആ ഒരു ബൈപ്പാസ് റോഡ്, ചെറിയ റോഡ്, ആ ചെറിയ റോഡിൽ CCTV ഇല്ലാത്ത അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം കുറച്ച് താഴെ കാട്ടിലങ്ങാടി കയറുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ കൃത്യമായിട്ട് CCTV ഉണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ക്യാമറ വരുന്നത്. അങ്ങോട്ട് എത്തിങ്ങാന ജംഗ്ഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ CCTV ഉണ്ട്. ആ ഇടയിലുള്ള കുറച്ച് ഭാഗം വരെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50 മീറ്റർ ഭാഗം കുറച്ച് കിട്ടാൻ പണിയാവും. ക്യാമറ ആ ഭാഗത്ത് ക്യാമറ കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അത് മനഃപൂർവ്വം ശരിക്കും ആസൂത്രിതമായിരിക്കാം. ഈ CCTV കവറേജ് ഇല്ലാത്ത സ്ഥലത്ത് വന്നുകൊണ്ട് ആക്രമിക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്ലാൻ ചെയ്ത് തന്നെ ആയിരിക്കും, ആസൂത്രണം ചെയ്തു വന്നായിരിക്കാം. എന്താണെന്നുള്ളത് ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് വെട്ടേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടെങ്കിലും അതിന്റെ ദൃക്സാക്ഷികളാണ് നിങ്ങൾ. വെട്ടുകൊണ്ടിട്ട് ആ കുട്ടി അങ്ങനെ പറയും ഇന്നെ വെട്ടിന്ന് പറഞ്ഞിട്ടാണ് കുട്ടി ഇന്നെ ഉണ്ടാക്കിന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ നോക്കണുണ്ട്, ആൺകുട്ടികൾ നോക്കുന്നുണ്ട്. കാറിൽ നിന്ന് വെട്ടിന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടാ നൊലോലിച്ചിന് ആ കുട്ടികളെ കൈകൊണ്ട് തടുത്തേക്കണ അതൊക്കെ ഞാൻ കണ്ടതാണ്. കാരണം ഇവളിന്റെ ബാക്കിൽ ഞാൻ കുറച്ച് മുന്നിലാണ്. ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്ത് വർത്താനം പറഞ്ഞാണ്ടാണ് പോണത്. തീർച്ചയായിട്ടും. അത് നിങ്ങൾ കണ്ട കാര്യം എവിടെയും പറയണം. കാരണം നാളെ ഇങ്ങനെ കുട്ടികൾക്ക് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ കുട്ടികളാണ്. അപ്പൊ നമ്മളെ കുട്ടികൾക്കും എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഓക്കെ. എന്തായാലും നിങ്ങളുടെ സഹകരണത്തിന് വളരെയധികം നന്ദി. എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഇതിനെ കുറിച്ച്? ഈ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ആളെ കണ്ടെത്തണം അല്ലെ? നമുക്കൊക്കെ പെൺകുട്ടികളാണ്, അതുകൊണ്ട് ആളെ കണ്ടെത്തണം. അത് എന്താ വെച്ചാൽ നമ്മളൊക്കെ പുറത്ത് പോണ പണിക്ക് പോണ ആൾക്കാരാണ്. നമുക്കൊന്നും സുരക്ഷിതമില്ലാതാണ് ആവുന്നത്. ഇങ്ങനെ പട്ടാപ്പകലല്ലേ നട്ടുച്ചയ്ക്ക് 1 മണിക്കും 1:30ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുമ്പോ അല്ലെ? അതെ, നമ്മളൊക്കെ കുട്ടികളും മാത്രമല്ല, നമ്മള് രക്ഷിതാക്കളും പണിക്ക് പോണവരല്ലേ. അപ്പൊ എപ്പോഴും നമ്മളെ പണി കഴിഞ്ഞ് വരിക എങ്ങനെയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരായാലും കുട്ടികളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം, അതിന് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്തും. യഥാർത്ഥ സംഭവം എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വ്യക്തത പോലീസ് വരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. നമ്മളെ ഈ നാട്ടിലൊന്നും ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നാടായിരുന്നു. അപ്പൊ ഓരോന്ന് കേൾക്കുമ്പോ നമുക്ക് വേജാറ്. തീർച്ചയായിട്ടും പേടിയാണ്. പെൺകുട്ടികളുള്ള എല്ലാ രക്ഷിതാക്കൾക്കും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഇപ്പൊ നിലവിലുണ്ട്. വളരെ നന്ദി. ഓക്കെ. പറയണ്ടോ? പറയല്ലേ? നോക്കട്ടാ. കാട്ടിലങ്ങാടിക്ക് സമീപത്താണ്, കാട്ടിലങ്ങാടി എത്തിങ്ങാനൊക്കെ സമീപത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ എന്ന് പറയാൻ ഈ കുട്ടിയെ ആക്രമിക്കുന്നതോ പരിക്കേൽപ്പിക്കുന്നതോ നേരിട്ട് കണ്ടവരല്ല. പക്ഷെ പരിക്കേറ്റ കുട്ടി ഓടി വന്നുകൊണ്ട് എന്നെ കാറിൽ നിന്ന് വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കാണുന്ന ബൈക്കിന് കൈ കാണിച്ചുകൊണ്ട് ആ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 3 ചെറുപ്പക്കാരെ തടുത്തു നിർത്തി അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നതിന്റെ നേരിട്ട് അതിന്റെ ആ തത്സമയ ആ ദൃശ്യങ്ങൾ കണ്ട 2 സ്ത്രീകളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. റാബിയയും സഫിയയുമാണ് സംസാരിച്ചത്. അവർ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് വെട്ടേറ്റു അല്ലെങ്കിൽ സ്വയം പരിക്കേൽപ്പിച്ചതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം, പർദ്ദയിട്ട ആളാണ്, കാറിൽ നിന്നാണ്, അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഈ നാട്ടിൽ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു കാര്യം സ്ഥിരീകരിക്കാം, ഈ കുട്ടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അതിന് പരിക്കേറ്റിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിന്റെ 2 ദൃക്സാക്ഷികൾ ഇപ്പൊ നമ്മളോട് സംസാരിച്ചു. ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്നവരെയുള്ള കാര്യങ്ങൾ അവർ കൃത്യമായി കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടി വന്നുകൊണ്ട് എന്നെ വെട്ടി, എന്നെ കാറിൽ നിന്നാണ് വെട്ടിയത്, കാറിൽ നിന്ന് വെട്ടി എന്ന് പറഞ്ഞ് കഴുത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ച് ആദ്യം കാണുന്ന ബൈക്കിനെ കൈ കാണിക്കുന്നതൊക്കെ കൃത്യമായിട്ട് ഇവർ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൽ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പോലീസ് ഇപ്പോഴും എത്തിങ്ങാന സ്കൂളിലും ഒക്കെ വന്നുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. വളരെ ദ്രുതഗതിയിൽ തന്നെ കേരള പോലീസ് വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. കൽപ്പഞ്ചേരി പോലീസാണ്. കൽപ്പഞ്ചേരി പോലീസ് ഇത് എത്രയും പെട്ടെന്ന് തെളിവുണ്ടാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം
നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഒരു വിദ്യാർത്ഥിനിക്ക് കാട്ടിലങ്ങാടി എത്തിങ്ങാന സ്കൂളിൽ പഠിക്കുന്ന +2 പരീക്ഷ എഴുതാൻ വന്ന 1.5 മണിക്കുള്ള പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള വൈരങ്കോട് സ്വദേശിനി എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു പെൺകുട്ടിക്ക് കാട്ടിലങ്ങാടിക്കും എത്തിങ്ങാനയ്ക്കും ഇടയിലുള്ള ബൈപ്പാസ് റോഡിൽ, ചെറിയ റോഡിൽ വെച്ച്, ഒരു ബൈപ്പാസ് ആയിട്ട് ചെറിയ റോഡുണ്ട് കാട്ടിലങ്ങാടി ടൗണിൽ നിന്ന് എത്തിങ്ങാന ജംഗ്ഷനിലേക്കുള്ള ചെറിയ റോഡ്. ഈ റോഡിനിടയിൽ എവിടെയോ വെച്ച് ഈ കുട്ടിക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ കുട്ടിയെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എന്താണ് അതിന്റെ ഒരു മോട്ടീവ് എന്താണ്, ആരാണ് ചെയ്തിട്ടുള്ളത്, ഇതൊന്നും നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. എന്നാൽ അത് കൃത്യമായി പോലീസ് അന്വേഷണം നടത്തി അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു എന്ന കാര്യവും അതിന്റെ ഒരു വ്യക്തതയും ജനങ്ങളിലേക്ക് എത്തിക്കുക. മാത്രമല്ല, നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കണം. ഓരോ അമ്മമാരും ഓരോ രക്ഷിതാക്കൾക്കും ഒരു അവയർനെസ് കൂടി ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ പൾസ് മീഡിയ ഒരു വീഡിയോ ചെയ്യുന്നത്. വ്യക്തമായ മുഴുവൻ വിവരങ്ങൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെൺമക്കളുള്ള എല്ലാ രക്ഷിതാക്കളും വളരെ ജാഗ്രതയോടുകൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം തന്നെയാണ്. പട്ടാപ്പകൽ നട്ടുച്ചക്ക് 1.5 മണിക്കൊക്കെ നമുക്ക് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യവും ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, പെൺകുട്ടികൾക്ക് വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സമാധാനമായിട്ട് രക്ഷിതാക്കൾക്ക് വീട്ടിലിരിക്കാൻ കഴിയുക? എന്തായാലും ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് കൽപ്പകഞ്ചേരി പോലീസ് തീരുമാനമുണ്ടാക്കട്ടെ. പ്രതികൾ ഉണ്ടെങ്കിൽ ആ പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവനെ തുറങ്കിലടക്കാനും നിയമ നടപടികൾക്ക് വിധേയനാക്കാനുമുള്ള സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തത്സമയ സംപ്രേഷണോട് അവസാനിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. I want to